കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സീസൺ ആരംഭിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ 2 വലിയ തെരഞ്ഞെടുപ്പുകളാണ് നടക്കേണ്ടത്. രാജ്യത്ത് തന്നെ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒന്നായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കേരളത്തിൻ്റെ ഭരണം ഇനി ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞ് കൃത്യം 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ 2 തെരഞ്ഞെടുപ്പുകളും നടക്കും. അതായത് 2 വർഷത്തിനുള്ളിൽ നടക്കുന്നത് 3 തെരഞ്ഞെടുപ്പുകൾ. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഇതിലാദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പിന്നീട് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമോ? ഉത്തരം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF സർക്കാരായേനെ. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഇന്ന് UDF മുന്നണിയുടെ കൈകളിലിരുന്നേനെ. എന്നാൽ ഇതൊന്നുമല്ല സംഭവിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFന് ചരിത്ര പരാജയമായിരുന്നു നേരിട്ടത്. മത്സരിച്ച 20 സീറ്റുകളിൽ 1 സീറ്റിൽ മാത്രം വിജയിച്ചു. അതേസമയം കൂടെ മത്സരിച്ച BJP 1 സീറ്റിലും വിജയിച്ചില്ല എന്നുള്ളത് നേരെ. പക്ഷേ അത് വലിയ കാര്യമില്ല. കാരണം അന്നുവരെ എന്തായിരുന്നു BJP അതുതന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷവും. അതുകൊണ്ട് BJPക്ക് കിട്ടിയോ, എത്ര കിട്ടി, എത്ര വോട്ട് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 1 സീറ്റ്. കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തം. അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിലം തൊടില്ലെന്നും മനസ്സിലായി. കേരളത്തിൽ നടക്കുന്ന ഓരോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDFന് മേൽക്കൈയുണ്ടായിരിക്കും. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ മേൽക്കൈ അവസാനിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മിക്കവാറുമുള്ള ത്രിതല പഞ്ചായത്തുകളെല്ലാം പിടിച്ചെടുത്ത് LDF കരുത്ത് കാട്ടി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി കേരളത്തിൽ തുടർഭരണം നേടി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ യാതൊരുവിധ അലയൊലികളും ഈ 2 തെരഞ്ഞെടുപ്പുകളെയും ബാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഫലവും പുറത്തു വന്നിരിക്കുന്നു. പതിവ് പോലെ LDF 1 സീറ്റിൽ ഒതുങ്ങി. BJP 1 സീറ്റ് നേടി. UDF മുന്നണി 18 സീറ്റുകളിലും വിജയിച്ചു. ഇനി വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി പിന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ബന്ധമില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബന്ധമുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ പരീക്ഷയായി വേണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണാമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ ഏറെക്കുറെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥികൾ ആരാകുമെന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പറയാൻ പോകുന്നത് മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥികൾ ആരാകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുള്ള CPM സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ UDFനെ സംബന്ധിച്ച് RSP മത്സരിക്കുന്ന ആറ്റിങ്ങിലൊഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. എന്നാൽ LDFനെ സംബന്ധിച്ച് 10 സീറ്റുകളിൽ മാത്രമാണ് CPM മത്സരിക്കുന്നത്. ബാക്കി 4 സീറ്റുകൾ ഘടകകക്ഷികൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ചിറയൻകീഴ്, നെടുമങ്ങാട് നിയമസഭാ മണ്ഡലങ്ങൾ CPIക്കും, തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസിനും, കോവളം നിയമസഭാ മണ്ഡലം ജനതാദൾ എസിനുമാണ് LDF നൽകിയിരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ജില്ലയിലെ ബാക്കി 10 മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ 34 CPM MLAമാർ തങ്ങളുടെ കാലാവധിയായി 2 വർഷമോ അതിൽ കൂടുതലോ പൂർത്തിയാക്കിയിട്ടുള്ളവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ MLAമാർ തിരുവനന്തപുരം ജില്ലയിലാണ്. 2 തവണയോ കൂടുതലോ പൂർത്തിയാക്കിയ 7 MLAമാർ തിരുവനന്തപുരം ജില്ലയിലുണ്ട്.
ഇവരുടെ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. വർക്കല, കാട്ടാക്കട, വാമനപുരം, കഴക്കൂട്ടം, നേമം, നെയ്യാറ്റിൻകര, പാറശാല എന്നീ മണ്ഡലങ്ങളിൽ ഇത്തവണ പുതിയ CPM സ്ഥാനാർത്ഥികളെത്തും എന്നാണ് സൂചനകൾ. ഈ പട്ടികയിൽ ആദ്യത്തെ മണ്ഡലമായ വർക്കലയിൽ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് നിലവിലെ MLA. ഇത്തവണയും കൂട്ടി 2ാം തവണയാണ് ജോയി മണ്ഡലത്തിലെ MLA ആകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജോയിക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന പദവിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോയി മത്സരിക്കില്ല എന്നാണ് വിവരം. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ CPMന്റെ പുതിയ സ്ഥാനാർത്ഥി എത്തുമെന്നും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വർക്കല മണ്ഡലത്തിൽ ജോയിക്ക് പകരക്കാരനായി എത്താൻ സാധ്യത CPM വർക്കല മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഷാജഹാനാണ്. അതേസമയം CPM നേതാവ് മടവൂർ അനിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വർക്കല കഹാർ വരികയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ അഡ്വക്കേറ്റ് ഷാജഹാൻ മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്നാണ് CPM കരുതുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2 തവണയായി നിലവിലെ MLA വി ജോയി മണ്ഡലത്തിൽ മികച്ച വിജയം സ്വന്തമാക്കുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഷാജഹാൻ ആയാലും മടവൂർ അനിലായാലും വിജയിക്കാൻ സാധ്യത ഏറെ ഉണ്ടെന്ന് തന്നെ CPM കരുതുന്നുണ്ട്. അടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിൽ നിലവിലെ MLA OS അംബിക തന്നെയായിരിക്കും അടുത്ത തവണയും CPM സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. അംബികയുടെ 2ാം അംഗമാണ് നടക്കാൻ പോകുന്നത്. സംവരണ മണ്ഡലമാണെന്നുള്ളതും സ്ഥാനാർത്ഥി സ്ത്രീയാണെന്നുള്ളതും OS അംബികയ്ക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കുന്നതിൽ നിന്നും CPMനെ തടയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചതും. UDFൽ ആറ്റിങ്ങൽ സീറ്റ് RSPക്കാണ്. അതുകൊണ്ട് കൂടിയാകണം കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അടുത്തതായി വാമനപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിലെ MLA DK മുരളി തുടർച്ചയായി 2ാം തവണയാണ് ഇത്തവണ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ഥാനാർത്ഥി എത്തുമെന്ന് തന്നെയാണ് സൂചനകളും. വാമനപുരത്തെ ജനകീയനായ MLA എന്ന് പേരെടുത്തിട്ടാണ് DK മുരളി കളം വിടുന്നത്. പകരം മണ്ഡലത്തിൽ ആര് മത്സരിക്കാൻ എത്തുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു തവണ പോലും ഈ മണ്ഡലം UDFന് കീഴടങ്ങിയിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. വ്യക്തമായ മത്സരം നടന്ന 1991-ൽ CPM നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായർ RM പരമേശ്വരനെയും 2001-ൽ CPM നേതാവ് പിരപ്പങ്കോട് മുരളി JSS നേതാവ് ഷൈനെയും തോൽപ്പിച്ചത് മണ്ഡലത്തിൻ്റെ ഇടതു സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. DK മുരളി സീറ്റ് ഒഴിയുകയാണെങ്കിൽ പകരം 3 പേരുടെ പേരുകളാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വാമനപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് PV രാജേഷാണ് അതിലൊന്നാമൻ. ദേശീയതലത്തിൽ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള ജല അവാർഡ് നേടിയ പുല്ലമ്പാറ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇന്ന് ജനങ്ങൾക്കിടയിൽ ജനകീയനാണ്. പട്ടികയിലുള്ള മറ്റൊരാൾ മഹിളാ അസോസിയേഷൻ നേതാവ് മീനാംബികയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടതും നാട്ടുകാരി എന്ന പരിഗണനയും അവർക്ക് തുണയാകുന്നുണ്ട്. അതേസമയം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ രാജ്യസഭാ MPയും യുവ നേതാവുമായ A റഹീമിൻ്റെ പേരുമുണ്ട്. എന്നാൽ റഹീമിൻ്റെ രാജ്യസഭാ കാലാവധി തീരാൻ 1 വർഷം കൂടി ബാക്കിയുള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാൽ അടിയന്തര സാഹചര്യത്തിലല്ലാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമിക്കില്ലെന്ന് ഉറപ്പാണ്. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ 2 തവണയായി CPM നേതാവ് IB സതീഷ് വിജയിച്ചു വരുന്ന മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. IB സതീഷിന് പകരം മണ്ഡലത്തിൽ മത്സരിക്കാൻ നിലവിൽ ഒരാളുടെ പേര് മാത്രമേ ഉയർന്നു വന്നിട്ടുള്ളൂ. DYFI തിരുവനന്തപുരം മുൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ I സാജുവിൻ്റെ പേരാണ് കാട്ടാക്കട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ DYFI ദിനംപ്രതി നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതി വളരെ പ്രശസ്തമാണ്. ആശുപത്രി കഴിയുന്ന രോഗികളുടെ ബന്ധുക്കൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിന്നും പൊതിച്ചോറുകൾ ശേഖരിച്ച് ആശുപത്രിയിൽ എത്തിച്ച് വിതരണം നടത്തുന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം. ഈ പദ്ധതിയുടെ ആരംഭം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. I സാജു DYFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ പദ്ധതി ആദ്യമായി പ്രാവർത്തികമാകുന്നത്. I സാജുവിൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് പിന്നീട് കേരളം മുഴുവൻ DYFI വ്യാപിപ്പിച്ചതും ജനങ്ങളെ ഏറ്റെടുത്തതും. മണ്ഡലത്തിൽ ജനകീയനായതുകൊണ്ട് തന്നെ കാട്ടാക്കടയിൽ IB സതീഷിന് പകരം അദ്ദേഹം മത്സരിക്കാൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. നെയ്യാറ്റിൻകര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 2016 മുതൽ തുടർച്ചയായി 2 തവണ MLA ആയ K അൻസലൻ ഇത്തവണ ഒഴിയുമെന്നാണ് സൂചനകൾ. അങ്ങനെ വന്നാൽ നിലവിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി അധ്യക്ഷനായ രാജമോഹനകുമാർ CPM സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു നിയോജക മണ്ഡലമായ പാറശാലയിൽ CK ഹരീന്ദ്രനാണ് നിലവിലെ MLA. ഇത്തവണ CPMന് പുതിയൊരു MLA സ്ഥാനാർത്ഥിയും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും
മുൻ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ബെൻഡാർവിൻ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം നിരവധി മികച്ച പ്രവർത്തനങ്ങളിലൂടെ ബെൻഡാർവിൻ ജനകീയത നേടിയിരുന്നു. പാറശാലയിൽ ബെൻഡാർവിൻ മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്നു തന്നെയാണ് CPM ജില്ലാ നേതൃത്വവും വിശ്വസിക്കുന്നത്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നതും ശക്തമായ മത്സരം നടക്കുന്ന ഇടവുമായ നേമം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ കുറച്ചുനാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനാണ് നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് എന്നാണ് സൂചനകൾ. ഇത്തവണ നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങളായിരിക്കുമെന്ന സൂചനകളും ലഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ശ്രീവരാഹം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് CPM മത്സരിക്കാനിറങ്ങിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വിജയം സ്വന്തമാക്കാൻ അവിടെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും ആര്യയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ വർദ്ധിപ്പിക്കുന്നുണ്ട്. നേമം പോലെ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കഴക്കൂട്ടം നിയമസഭാ നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നോക്കിയാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒന്നാമതെത്തിയത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഇത്തവണ MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ ആരെത്തുമെന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. അത്രത്തോളം ജനകീയനല്ലാത്ത ഒരു വ്യക്തി കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയാൽ മണ്ഡലം കയ്യിൽ നിന്ന് പോവുക മാത്രമല്ല BJP പിടിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ MLA കടകംപള്ളി സുരേന്ദ്രന് ഒരു അവസരം കൂടി നൽകാനായിരിക്കും CPM ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത്. അതല്ലാതെ മറ്റൊരു പദ്ധതി കൂടി CPM ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ തിരുവനന്തപുരം മേയറും ഇപ്പോൾ വട്ടിയൂർക്കാവ് MLAയുമായ VK പ്രശാന്തിനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ആലോചനകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പ്രശാന്തിൻ്റെ സ്വന്തം സ്ഥലം കൂടിയാണ് കഴക്കൂട്ടം. മേയർ ബ്രോ MLA ബ്രോ ആയപ്പോഴും ജനകീയ വിഷയങ്ങളിൽ എപ്പോഴും സജീവമായിരുന്നു. മാത്രമല്ല കഴക്കൂട്ടം മണ്ഡലത്തിൽ VK പ്രശാന്ത് മത്സരിച്ചാൽ ഉറപ്പായും അവിടെ തങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയും CPMനുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല. VK പ്രശാന്ത് കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് പകരം മത്സരിക്കാനെത്തുന്നത് മേയർ ആര്യ രാജേന്ദ്രനായിരിക്കും. കാരണം നേമം മണ്ഡലത്തേക്കാൾ കുറച്ചുകൂടി സേഫാണ് ആര്യയ്ക്ക് വട്ടിയൂർക്കാവ് മണ്ഡലം. മാത്രമല്ല മണ്ഡലത്തിൽ VK പ്രശാന്തിൻ്റെ പ്രവർത്തന പരിചയത്തിലൂടെ CPMന് അനുകൂലമായൊരു വികാരവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ല. ആര്യ രാജേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ നേമത്തൊരു സ്ഥാനാർത്ഥി പുതുതായി എത്തിയേക്കും. മുൻ ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് SA സുന്ദർ അങ്ങനെയാണെങ്കിൽ നേമത്തെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് സൂചനകൾ. നിലവിലെ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രന് പാർട്ടി ഇനിയൊരു തവണ കൂടി മത്സരിക്കാനുള്ള അവസരം നൽകിയില്ലെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരു ചിന്തയുടെ ആവശ്യം കടന്നു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിറയൻകീഴ്, നെടുമങ്ങാട്, തിരുവനന്തപുരം സെൻട്രൽ, കോവളം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ LDF ഘടകകക്ഷികളായിരിക്കും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിൽ കോവളം ഒഴിച്ച് മറ്റെല്ലായിടത്തും LDFനായിരുന്നു വിജയം. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച മത്സരങ്ങളായിരിക്കും ഇത്തവണ നടക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. LDFും UDFും മാത്രമല്ല, ഇപ്പോൾ BJP നയിക്കുന്ന NDA മുന്നണിയും മണ്ഡലത്തിൽ സജീവമായുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ BJP ആയിരുന്നു 1ാം സ്ഥാനത്തെത്തിയത്. മാത്രമല്ല നെയ്യാറ്റിങ്കര, കോവളം, തിരുവനന്തപുരം സെൻട്രൽ, വർക്കല എന്നിവിടങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടുത്ത പോരാട്ടമായിരിക്കും കാഴ്ചവയ്ക്കുക എന്നുള്ളത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു.